കൊണ്ടുവരാമെന്ന് ആദ്യമായി കാണിച്ചു കൊടുക്കുന്നത് കാന്തപുരം ഉസ്താദാണ്. തീവ്രവാദത്തിലേക്ക് പോകുന്ന സമുദായത്തെ നേരായ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന് മാത്രമല്ല, കേരളത്തിൽ വളരെ പിന്നാക്കം നിന്നിരുന്ന മുസ്ലിം സമുദായത്തെ മുന്നാക്കത്തിലേക്ക്, ഇംപ്രൂവ്മെന്റിലേക്ക് കൊണ്ടുവന്നതിന്റെ എല്ലാ ക്രെഡിറ്റും സാക്ഷാൽ കാന്തപുരം ശൈഖുന AP അബൂബക്കർ ഉസ്താദിനാണെങ്കിൽ കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തട്ടകത്തിൽ അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ബീഹാറിലും അതുപോലെ തന്നെ ഗുജറാത്തിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി മുസ്ലിങ്ങളെ യഥാർത്ഥ മുസ്ലിമാക്കി മാറ്റി. മുസ്ലിങ്ങൾ തീവ്രവാദികളല്ല, ഭീകരവാദികളല്ല, അവർ സമൂഹത്തിനും സമുദായത്തിനും ആവശ്യമുള്ളവരാണ്. വിദ്യാഭ്യാസപരമായി അവർ ഉയർത്തുന്നതിന് ഒരു നൂറ്റാണ്ടിലും ഇന്ത്യയുടെ ചരിത്രത്തില് ഒരു പണ്ഡിതൻ നൽകാത്ത സേവനമാണ് സാക്ഷാൽ കാന്തപുരം ഉസ്താദ് നൽകിയതെന്ന് സംസ്ഥാന സർക്കാർ തിരിച്ചറിയണം, കേന്ദ്ര സർക്കാർ തിരിച്ചറിയണം. അതുകൊണ്ട് വൈകിക്കൂടാ. കാന്തപുരം ഉസ്താദിന് പത്മഭൂഷണോ ഭാരതരത്നയോ ജ്ഞാനപീഠമോ തുല്യമായ അവാർഡ് കൊടുത്ത് ആദരിക്കാൻ നമ്മുടെ ഗവൺമെന്റ് തയ്യാറാവണം. സൗദി അറേബ്യ ആദരിക്കപ്പെട്ടു, UAE ഗവൺമെന്റ് അവാർഡ് കൊടുത്ത് ആദരിച്ചു. പിന്നെന്താ നമ്മുടെ ഗവൺമെന്റിന് ഇത്ര വിഷമം? ഈ ഒരു സാധനം കൊടുക്കുന്നതുകൊണ്ട് കോടികളൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഈ സാധനം കൊടുക്കുന്നത് കൊണ്ട് കോടികളൊന്നും കൊടുക്കണ്ട. അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കേണ്ടത് ഈ സമുദായത്തെ വിദ്യാഭ്യാസത്തിലൂടെ യഥാർത്ഥ മാർഗത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് കാണിച്ചു കൊടുത്ത ഇതുപോലത്തെ ഒരു മഹത് നേതാവിന്റെ ചരിത്രം പറയാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കില്ല സഹോദര. അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് ഞാൻ അറബിക് സർവകലാശാല സ്ഥാപിക്കണമെന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞപ്പോഴേ എന്റെ മനസ്സിൽ വന്നത്, കാന്തപുരം ഉസ്താദിന് ഒരു അവാർഡ് കൊടുക്കണമെന്ന് സംസ്ഥാന സർക്കാരാണ് പറയേണ്ടത്, കേന്ദ്ര സർക്കാരിനോട്. സംസ്ഥാന സർക്കാരാണ് ഇവിടുന്ന് പത്മശ്രീ പത്മഭൂഷണും ആർക്കൊക്കെ കൊടുക്കണമെന്ന് ഈ സർക്കാരാണ് കേന്ദ്ര സർക്കാരിനോട് റെക്കമെൻഡേഷൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു നന്മയുടെ പ്രവൃത്തി അതായിരിക്കണം എന്ന് ഉത്തരവാദിത്തമുള്ള സർക്കാരിനോട് പിന്നാക്ക വിഭാഗത്തിന് വേണ്ടി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഞാൻ ആവശ്യപ്പെടുകയാണ്. കാരണം എന്താ ഞാൻ പറയാനുള്ള കാരണം എന്നറിയോ? ഞാനതാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞത്. ഇംഗ്ലീഷ് നരകത്തിന്റെ ഭാഷയാണ്, അത് പഠിക്കാൻ ഹറാമാണ്, മുസ്ലിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലമാണ്. സത്യത്തിന്റെ അവസ്ഥ എന്താ അതിന്റെ പിന്നിൽ എന്നറിയോ? ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം പ്രഖ്യാപിച്ചു. എന്തായിരുന്നു ഉപ്പു സത്യാഗ്രഹം? ഗാന്ധിജി പറഞ്ഞു, വെള്ളക്കാരനെ നമ്മുടെ നാട്ടിൽ നിന്ന് കെട്ടിക്കാൻ, വെള്ളക്കാരന്റെ ഉപ്പ് ബഹിഷ്കരിക്കുക. ഗാന്ധി പറഞ്ഞു, സമുദ്രത്തിലെ വെള്ളം കുറുക്കിക്കൊണ്ട് സ്വയം ഉപ്പുണ്ടാക്കിക്കൊണ്ട് ഭക്ഷിക്കുക, അവന്റെ ഉപ്പ് പോലും ബഹിഷ്കരിക്കുക. കിറ്റ് ഇന്ത്യ. വെള്ളക്കാരൻ ഇന്ത്യ വിട്ടുപോകുക, അവന്റെ വസ്ത്രവും അവന്റെ ഉപ്പും അവന്റെ എല്ലാം ബഹിഷ്കരിക്കാൻ പറഞ്ഞപ്പോ അക്കാലത്തെ മുസ്ലിം നേതാക്കളായ മൗലാന അബുൽ കലാം ആസാദ്, മൗലാന മുഹമ്മദ് അലി ജൗഹർ, ആ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ആലി മുസ്ലിയാര്, മമ്പറം തങ്ങള്, വെളിയങ്കോട് ഉമർഖാദി തുടങ്ങിയ മുസ്ലിം നേതാക്കൾ പറഞ്ഞു, സ്വാതന്ത്ര്യ സമര മുസ്ലിം നേതാക്കൾ പറഞ്ഞു, വെള്ളക്കാരന്റെ ഉപ്പ് മാത്രം ബഹിഷ്കരിച്ചാൽ പോരാ, വെള്ളക്കാരന്റെ വസ്ത്രം മാത്രം ബഹിഷ്കരിച്ചാൽ പോരാ, ഒരൊറ്റ മുസ്ലിമും സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുന്ന ഇംഗ്ലീഷുകാരന്റെ ഭാഷ പോലും പഠിക്കരുത്. ഇംഗ്ലീഷുകാർ ഈ ആദ്യ രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടാത്ത കാലം വരെ അവന്റെ ഭാഷയെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണമെന്ന് അക്കാലത്തെ മതപണ്ഡിതന്മാർ ഒരു ഫത്വ കൊടുത്തു. ഖിയാമത്ത് നാൾ വരെ പഠിക്കരുത് എന്നല്ല അർത്ഥം. മുസ്ലിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഹറാമല്ല. മൗലാന മുഹമ്മദ് അലി ജൗഹർ ലണ്ടനിലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ പോയി ജോർജ് ജാമന്റെ മുമ്പിൽ പോയി പ്രസംഗിച്ചത് ഇംഗ്ലീഷിലാണ്. അദ്ദേഹം വിളിച്ചു, സർ മിസ്റ്റർ ജോർജ്, ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ്, I want to go back to my country. If I can go back to the substance of freedom in my hand. സ്വാതന്ത്ര്യം കിട്ടാത്ത ഇന്ത്യ രാജ്യത്ത് മിസ്റ്റർ ജോർജ്, ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ്, ആദ്യമായും അന്ത്യമായും ഞാൻ പറയുകയാണ്, ഞാൻ 1, 2, 3, 4 വട്ട മുസ്ലിമാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്, സ്വാതന്ത്ര്യം കിട്ടാത്ത ഇന്ത്യ രാജ്യത്തേക്ക് എന്റെ കബറടക്കാൻ എന്റെ മയ്യത്ത് പോലും കൊണ്ടുപോകുന്നത് എനിക്ക് പൊരുത്തമല്ല. അങ്ങനെയാണെങ്കിൽ ലണ്ടനിൽ എന്നെ കബറടക്കിക്കോളൂ എന്ന് വിളിച്ചു പറഞ്ഞത് അദ്ദേഹം ഇംഗ്ലീഷിൽ അവിടെ പോയി പ്രസംഗിച്ചത്.
അദ്ദേഹം ജരിയാണിക്ക് മുകളിൽ തുണിയെടുക്കുന്ന ഏറ്റവും നല്ല പുരോഗമനവാദിയായിരുന്നു. താടി നീട്ടിവെച്ചിരുന്ന മനുഷ്യനായിരുന്നു. തലയിൽ തുർക്കിത്തൊപ്പി ധരിക്കുന്ന മനുഷ്യനായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം നേടിയെടുത്തൊരു മഹാപ്രതിഭയായിരുന്നു മൗലാന മുഹമ്മദ് അലി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനിഷേധ്യനായിരിക്കുന്ന നേതാവായിരുന്നു മൗലാന മുഹമ്മദ് അലി ജൗഹർ. ആ പേര് വിസ്മരിച്ചു പോകാൻ പാടില്ലാത്തതാണ് ഞാൻ പറഞ്ഞത്. മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല, തെലുങ്ക് പഠിക്കാൻ പാടില്ല, കർണാടക പഠിക്കാൻ പാടില്ല, തുളു പഠിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സംസ്കൃതം പഠിക്കാൻ പാടില്ല, അങ്ങനെ ഒന്നുമില്ല. എല്ലാ ഭാഷയും പഠിക്കാം. എല്ലാ ഭാഷകളും അള്ളാഹുവിന്റെ ഭാഷകളാണ്. അത് കമ്മ്യൂണിക്കേഷനുള്ള കാര്യങ്ങളെ പഠിക്കാം. പക്ഷേ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു? ഇംഗ്ലീഷുകാരനോടൊരു വിരോധം കൊണ്ട് ഖിയാമത്ത് നാൾ വരെ പഠിക്കരുത് എന്നല്ല. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ പിന്തള്ളപ്പെട്ടു പോയി. പക്ഷേ ഇപ്പോഴത്തെ 2014-15 സർക്കാരിന് വേണ്ടി ഞങ്ങൾ നടത്തിയ സർവേ റിപ്പോർട്ട് റിസർവേഷന്റെ മാനദണ്ഡം കണ്ടുപിടിക്കാൻ വേണ്ടി മേൽത്തട്ട് പരിധി നിശ്ചയിക്കാൻ, ക്രിമിലിയർ പരിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതിയുടെ ഡയറക്ഷനിൽ ഞങ്ങൾ കേരളത്തിൽ ഒരു പഠനം നടത്തി. ആ പഠനം നടത്തിയതിൽ ഞങ്ങൾ കണ്ടുപിടിച്ച റിപ്പോർട്ട്, സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ഏറ്റവും വിദ്യാഭ്യാസപരമായി ഉയർന്നു നിൽക്കുന്ന ജില്ല കൊല്ലമല്ല, ആലപ്പുഴയല്ല, സാക്ഷാൽ തിരുവനന്തപുരമല്ല, പത്തനംതിട്ടയല്ല, കോഴിക്കോടല്ല, കണ്ണൂരല്ല, സാക്ഷാൽ മലപ്പുറമാണ്. മലപ്പുറം ജില്ല ആണ് ഏറ്റവും അധികം മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന പിന്നാക്കമായ വിഭാഗമാണ്. ഇന്ന് മതവിദ്യാഭ്യാസ രംഗത്തും ഭൗതിക വിദ്യാഭ്യാസ രംഗത്തും മുന്നോട്ട് വന്നത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ കുത്തകയുടെ പ്രവർത്തനത്തിന്റെ വകയായിട്ടല്ല മുസ്ലിങ്ങൾ വിദ്യാഭ്യാസപരമായി വലുതായത്. സീറ്റ് കുറെ കിട്ടിയിട്ടുണ്ടാകും, ഇലക്ഷന് മത്സരിച്ചപ്പോൾ അത് രാഷ്ട്രീയക്കാരെ എടുക്കാം. പക്ഷേ കാന്തപുര ഉസ്താദിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങള്, 10,000-കണക്കിന് സ്ഥാപനങ്ങള് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും തൊട്ടടുത്തുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും കാശ്മീരിലും ഇന്ത്യയുടെ പുറത്തുള്ള രാഷ്ട്രങ്ങളിലും UAE-യിലും ഖത്തറിലും കുവൈറ്റിലും ബഹ്റൈനിലും ഒമാനിലും അമേരിക്കയിലും റഷ്യയിലും സുബ്ഹാനല്ലാഹ് ലോകം മുഴുവൻ വിദ്യാഭ്യാസ പ്രവർത്തനവുമായി ഇറങ്ങിത്തിരിച്ച കാന്തപുരം ഉസ്താദ് ഒരു മഹാ അത്ഭുതത്തിന്റെ പ്രതിഭ തന്നെയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആ ഉസ്താദാണ് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ്. അപ്പൊ അറബിക് സർവകലാശാല വേണമെന്ന് ഇപ്പൊ ഒരു വലിയ, ഇപ്പോഴല്ല, ഞാനത് 4-5 കൊല്ലം മുമ്പേ പത്തനംതിട്ടയിലെ അറബിക് മുൻഷിമാരുടെ സമ്മേളനം വിളിച്ചുകൂട്ടിയ സമയത്ത് അന്ന് ഞാൻ അവിടെ പ്രസംഗിച്ചു, അറബിക് സർവകലാശാല സ്ഥാപിക്കണം. ഈ അറബിക് സർവകലാശാല സ്ഥാപിക്കണം എന്ന്